കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക ദൈവവിളിയാണ്. ഇന്ന് അവിടെ എന്തൊരു സംഘർഷമാണെന്ന് വെച്ചാൽ അതിലേക്കൊന്ന് യെസ് പറയാൻ നമ്മുടെ യുവജനങ്ങൾ അനുഭവിക്കുന്ന സംഘർഷം നിസ്സാരമല്ല. 100,000 കാര്യങ്ങളാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഘർഷത്തിലേക്ക് കടന്നു പോകുന്നവർക്കൊക്കെ ഉപരിയായ നിയോഗങ്ങളോട് യെസ് പറയണോ നോ പറയണോ എന്നറിയാതെ ടെൻഷൻ അടിക്കുന്നവർക്കൊക്കെ ഇത് പങ്കുവെച്ചു കൊടുക്കണം. ഒരാൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കുക എന്നതിൻ്റെ അർത്ഥം അയാൾക്ക് ചോദ്യങ്ങളില്ല എന്നതല്ല. നമ്മുടെ സഭാ സമൂഹത്തിലും ഇടവകയിലും സൺഡേ സ്കൂൾ ക്ലാസ് റൂംസിലും ഒക്കെ ഉണ്ടല്ലോ, ഈ കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കണം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചർമാർ പറഞ്ഞു ഒരു കഴിവില്ലല്ലോ, എന്തെങ്കിലും കഴിവ് വേണ്ടടാ മനുഷ്യന് എന്ന് പറഞ്ഞ് ഒക്കെ ഒതുക്കി പൂട്ടി മാറ്റി വെച്ചിരുന്നവരാണ് നമ്മൾ. ദൈവം നിനക്കൊരു നിയോഗം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചുറ്റുമുള്ളവർ ഇത്രയും കാലം പറഞ്ഞതൊക്കെ പോകാൻ പറയണം. ഉയർത്താൻ തീരുമാനിക്കുന്നത് കർത്താവാണ്, തടയാൻ ലോകത്തിന് കഴിയില്ല. ദൈവം ആരെയും നിർബന്ധിക്കുകയല്ല കേട്ടോ, ഒരാളെയും പിടിച്ചു വലിച്ച് ഈ പണിക്ക് കൊണ്ടുവരികയല്ല. കാരണം വെച്ചാൽ ദൈവം നിന്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു. നിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നീ യെസ് പറയുന്നിടത്താണ് ദൈവം ഇടപെടാൻ തുടങ്ങുന്നത്. നിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നീ പറയുന്ന നോ ആണെങ്കിൽ ഗോഡ് വിൽ ജസ്റ്റ് വെയിറ്റ് ദെയർ. അത്രമേൽ നിന്റെ ഫ്രീഡത്തെ കർത്താവ് മാനിക്കുന്നുണ്ട്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഫിയാത്ത്, ലെറ്റ് ദൈ വിൽ ബി ഡൺ. മാർച്ച് 25 മംഗളവാർത്താ തിരുനാളിന് ഒരുക്കമായി നമ്മൾ നടത്തുന്ന എളിയ ശുശ്രൂഷ 23-ാം തീയതി ഇന്നലെ 1ാമത്തെ എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തി. ഇന്ന് 2ാം എപ്പിസോഡ്. നാളെ 25-ാം തീയതി മാർച്ച് 25 മംഗളവാർത്താ തിരുനാളിൻ്റെ അന്ന് സമാപന 3ാമത്തെ എപ്പിസോഡും നിങ്ങളിലേക്ക് എത്തും. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ദൈവം നമ്മുടെ സാധാരണത്വങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ്. നസ്രത്ത് എന്ന സാധാരണ ഗ്രാമത്തിലെ മറിയം എന്ന സാധാരണ പെൺകുട്ടിയിലേക്ക് മംഗളവാർത്തയുമായി ദൈവം ഇറങ്ങി വരുന്ന കാഴ്ച ഇന്നലെ കണ്ടു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ ദൈവവിളിയോട്, ആ ദൈവിക നിയോഗത്തോട് പ്രതികരിക്കാൻ നമ്മൾ കടന്നു പോകേണ്ട ഒരു സ്ട്രഗിളുണ്ട്. ശരിക്കും ഒരു സംഘർഷത്തിൻ്റെ ഘട്ടമുണ്ട്. ആ സംഘർഷത്തിൻ്റെ ഘട്ടമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. എന്നിട്ട് നാളെ നമ്മൾ ഫിയാത്ത് ധ്യാനിക്കും. ഇതാ കർത്താവിൻ്റെ ദാസി, പരിപൂർണ സമ്മതം, ഫുൾ കോപ്പറേഷൻ. അതാണ് നാളെ ധ്യാനിക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞ ആ സ്ട്രഗിൾ, ദ സ്ട്രഗിൾ ഓഫ് വൊക്കേഷൻ, ദൈവവിളിയുടെ സംഘർഷം, ദൈവവിളിയിൽ ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന സ്ട്രഗിൾ, അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇത് ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടല്ലോ, ഇത് കേട്ട് തുടങ്ങുന്നവർ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഇത് കേട്ട് തീർത്തിട്ടോ അല്ലെങ്കിൽ ഇതാ ഇപ്പം തന്നെ ഇത് പ്രത്യേകമായിട്ട് ദൈവവിളിയുമായി ബന്ധപ്പെട്ട് സ്ട്രഗിളിൽ, ദൈവവിളി എന്ന് പറയുമ്പോൾ ഉടനെ ഓർത്തേക്കരുത് അച്ഛനാകുന്നതും കന്യാസ്ത്രീ ആകുന്നതും മാത്രമാണ് ദൈവവിളി എന്ന്. അല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗം അത് തീർച്ചയായിട്ടും ഒരു വൈദികനാകുക ദൈവവിളിയാണ്, ഒരു സന്യസ്തനാകുക സന്യാസിനിയാകുക ദൈവവിളിയാണ്, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക ദൈവവിളിയാണ്. ഇന്ന് അവിടെ എന്തൊരു സംഘർഷമാണെന്ന് വെച്ചാൽ അതിലേക്കൊന്ന് യെസ് പറയാൻ. വിവാഹ ജീവിതത്തിന് ശേഷമുള്ള സംഘർഷം നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ വിവാഹ ജീവിതം എന്ന ദൈവവിളിയോട് യെസ് പറയാൻ നമ്മുടെ യുവജനങ്ങൾ അനുഭവിക്കുന്ന സംഘർഷം നിസ്സാരമല്ല. 100,000 കാര്യങ്ങളാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്ന് ചിന്തിച്ച് ഈ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് കൊണ്ട് മാറി നിൽക്കുന്ന കുട്ടികളുണ്ട്. അത് പൗരോഹിത്യ ദൈവവിളിയിലേക്കും സന്യാസത്തിലേക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ സംഘർഷത്തിലേക്ക് കടന്നു പോകുന്നവർക്കൊക്കെ നീ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പിന്നെയും ഉപരിയായ നിയോഗങ്ങളോട് യെസ് പറയണോ നോ പറയണോ എന്നറിയാതെ ടെൻഷൻ അടിക്കുന്നവർക്കൊക്കെ ഇത് പങ്കുവെച്ചു കൊടുക്കണം. പറയണം, ദൈവത്തിൻ്റെ ഇടപെടലിനും മറിയത്തിൻ്റെ സമ്മതത്തിനും ഇടയ്ക്ക്. അത് നമ്മുടെ ഫിയാത്തിൻ്റെ 3 എപ്പിസോഡുകൾ. 1ാമത്തത് ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവം ഇറങ്ങി വരുന്നു. നാളെ വരാൻ പോകുന്നത് മറിയത്തിൻ്റെ സമ്മതം. ഇതിനിടയ്ക്കൊരു ദിവസമുണ്ടെന്നേ, ഇതിനിടയ്ക്കൊരു ഫേസ് ഉണ്ട്. സ്ട്രഗിൾ, സംഘർഷം, വ്യഥ, ആധി, ടെൻഷൻ. ആ ഫേസിലാണ് നമ്മൾ ഒട്ടുമിക്ക പേരും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. മേരീസ് ക്വസ്റ്റ്യൻ, മറിയത്തിൻ്റെ ചോദ്യങ്ങൾ, മറിയത്തിൻ്റെ സ്വാതന്ത്ര്യം. ശരിക്കും മറിയത്തിന് സ്വാതന്ത്ര്യമുണ്ട്, യെസ്സും നോയും പറയാൻ. ആ സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പിലാണ് മറിയം നിൽക്കുന്നത്. ആ നിൽക്കുന്ന നിമിഷമാണ് ഇന്നത്തെ ധ്യാനം. അത് ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. പറ്റുന്നവർ അത് വായിക്കുക. അതിൽ ചില വാക്കുകൾ വളരെ നിർണായകമാണ്. 29-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ, ബൈബിൾ ഉള്ളവർ എടുത്തിട്ട് നോക്കിക്കേ. ഈ വചനം കേട്ട് അവൾ അസ്വസ്ഥയായി.
ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ ആരും ഓർത്തേക്കരുത് മാലാഖ ഇങ്ങോട്ട് വരുന്നു, ഗബ്രിയേൽ മാലാഖ വരുന്നു, ഉടനെ മറിയം എന്ന പെൺകുട്ടി മുട്ടുമ്മ വീണ് ഇതാ കർത്താവിൻ്റെ ദാസി. അങ്ങനൊന്നും അല്ല. ആദ്യത്തെ മറിയത്തിൻ്റെ റിയാക്ഷൻ അസ്വസ്ഥയായി. നമുക്കൊക്കെ അവകാശമുണ്ടെന്നേ. ചില നിയോഗങ്ങൾ സ്വർഗം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ഒന്ന് പെടയാൻ, ഒന്ന് അസ്വസ്ഥരാകാൻ മറിയത്തിന് കഴിഞ്ഞെങ്കിൽ, മറിയത്തിന് സാധിച്ചെങ്കിൽ നമുക്കും അതിന് അവകാശമുണ്ട്. ഒന്ന് അസ്വസ്ഥരാകാം. അടുത്തത്, അഭിവാദനത്തിൻ്റെ അർത്ഥം എന്തെന്ന് അവൾ ചിന്തിച്ചു. അവൾ തന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിൻ്റെ ഒടുക്കം ആ ചോദ്യം പുറത്തേക്ക് വരുന്നു. അവൾ ചോദിക്കുന്നു, 34-ാമത്തെ വാക്യം, മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും എന്ന് വെച്ചാൽ എന്താ? അവൾ ചോദ്യം ചോദിക്കുന്നു. കണ്ടോ, അസ്വസ്ഥയാകുന്നു, ചിന്തിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു. ഈ ഫേസ് ആണ് ഈ സ്ട്രഗിളിങ് ഫേസ്. അവളുടെ സ്വാതന്ത്ര്യത്തെ അവൾ ഉപയോഗിച്ച്, അവൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ചിന്താശക്തിയെ ഉപയോഗിച്ച് അവൾ ഇതിനെ അപഗ്രഥിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ദൈവവിളിയെ, ഈ നിയോഗത്തെ അപഗ്രഥിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഓർക്കണം, ഫെയ്ത്ത് ഡസ് നോട്ട് എലിമിനേറ്റ് ക്വസ്റ്റ്യൻസ്. ഒരാൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കുക എന്നതിൻ്റെ അർത്ഥം അയാൾക്ക് ചോദ്യങ്ങളില്ല എന്നതല്ല. ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട്. അതൊരാളുടെ ആന്തരിക സംഘർഷങ്ങളിൽ അയാൾ നിരന്തരം സ്വർഗത്തോട് ചോദ്യം ചോദിക്കണം. ദൈവത്തോട് ചിലപ്പോൾ കലഹത്തോളം എത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കണം. അത് നമ്മുടെ യാത്രയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സഭാ സമൂഹത്തിലും ഇടവകയിലും സൺഡേ സ്കൂൾ ക്ലാസ് റൂംസിലും ഒക്കെ ഉണ്ടല്ലോ, ഈ കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കണം. യൂത്തിന് പ്രത്യേകിച്ച്, എന്നോടൊപ്പം ഇത്തരം സെഷൻസിൽ പങ്കെടുത്തിട്ടുള്ള യൂത്തിനും കുട്ടികൾക്കും അറിയാം, എൻ്റെ സെഷൻസ് മുഴുവൻ Q&A സെഷൻസാണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമില്ലെന്നല്ല, മറിച്ച് അവർ ആഗ്രഹിക്കുന്നു, അവർ കുറച്ചുകൂടെ കാര്യങ്ങളെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഈ ചോദ്യങ്ങളെ ഭയക്കാതിരിക്കണം. ദൈവം പോലും മറിയത്തിന് ചോദ്യം ചോദിക്കാൻ, അസ്വസ്ഥയാകാൻ ഒരു സമയം കൊടുത്തു. അപ്പോൾ പിന്നെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒന്ന് കലഹിക്കാൻ, ഒന്ന് ചോദ്യം ചോദിക്കാൻ ഒക്കെ ഒരു സ്പേസ് കൊടുത്തേക്കുക. അതിൻ്റെ അപ്പുറത്താണ്, ആ ചോദ്യങ്ങളുടെ അപ്പുറത്താണ് അവരുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് സംഭവിക്കാൻ പോകുന്നത്. ഫെയ്ത്ത് ഡസ് നോട്ട് എലിമിനേറ്റ് ക്വസ്റ്റ്യൻസ്. വിശ്വാസമുണ്ട് എന്ന് വിചാരിച്ച് അവിടെ ചോദ്യങ്ങളില്ല എന്ന് അർത്ഥമില്ല. ഇനി പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, പഴയ നിയമത്തിൽ ആകമാനം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ദൈവവിളിയോട് റെസ്പോണ്ട് ചെയ്യുന്ന ഘട്ടമില്ലേ, ദൈവ നിയോഗത്തോട് റെസ്പോണ്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു ഭയമുണ്ട്, ഒരു മടിയുണ്ട്. ദർ ഇസ് എ ഫിയർ ആൻഡ് ഹെസിറ്റേഷൻ. ഒരു മടി, ഒരു പരിഭ്രമം. ഇതിൻ്റെ ഭാഗമാണ്. എളുപ്പത്തിൽ ആർക്കും അങ്ങോട്ട് പെട്ടെന്ന് ചാടി കയറി യെസ് പറയാനൊന്നും പറ്റുകയില്ല. അത് ബൈബിളിൽ തന്നെ പല ആവർത്തി നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം, ബൈബിളുള്ളവരെടുത്തേ പുറപ്പാട് പുസ്തകം. ഇങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമുക്ക് വായിച്ചും വരച്ചും ഒക്കെ ഇട്ട് നമ്മുടെ ബൈബിള് എവിടെ തുറന്നാലും നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ ബൈബിൾ ആകണം. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇതൊക്കെ വരച്ചും കുറിച്ചും ഒക്കെ ഇട്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. പുറപ്പാട് 4:10. മോശയെ വിളിച്ച് ശക്തിപ്പെടുത്തുന്ന ഭാഗമാണ്. അവിടെ മോശ ഒരു സങ്കടം പറയുന്നുണ്ട് കർത്താവിനോട്. മോശ ഇത്രയും വലിയ ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും ലീഡിങ് ഫിഗറാണ് മോശ. പക്ഷെ ആ മോശ പോലും ഒരു ഘട്ടത്തിൽ ദൈവത്തോട് പറയുകയാണ്. പുറപ്പാട് 4:10. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഒരിക്കലും വാക്ചാതുരി ഉള്ളവനായിരുന്നില്ല, അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ. അതായത് മോശ വിചാരിച്ചത് സംസാരിച്ച് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് മാറുമെന്നാണ്. ഞാൻ ഒരിക്കലും വാക്ചാതുരി ഉള്ളവനായിരുന്നില്ല, അങ്ങ് സംസാരിച്ചതിന് ശേഷവും അത് അങ്ങനെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. മോശ അവൻ്റെ പരിമിതി ഒരു പരിഭ്രമം പോലെ ഏറ്റുപറയുകയാണ്. പക്ഷേ ആ മോശയെ കൊണ്ട് കർത്താവ് എന്താ ചെയ്യിപ്പിച്ച്? അതുകൊണ്ട് നിനക്കിപ്പോൾ വൈദിക ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിലേക്ക്, സന്യാസത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവം നിന്നെ ഏൽപ്പിക്കുന്ന ഒരു അധിക നിയോഗത്തിലേക്ക് ഒരു പരിഭ്രമം, ഒരു വെപ്രാളമുണ്ട്. മോശയെ നോക്ക്. ഇത്ര വലിയ കാര്യങ്ങൾ ഇസ്രായേൽ ചരിത്രത്തിൽ ചെയ്തവൻ പറയുകയാണ്, എനിക്ക് സംസാരിക്കാൻ പാടവമില്ല. 40 ആണ്ടുകൾക്കടുത്തൊരു ജനത്തെ നയിച്ചവന് ആദ്യത്തെ ഘട്ടത്തിൽ പറയുന്നത് സംസാരിക്കാൻ പാടവമില്ല എന്ന്. അടുത്തത് ജെറമ്യ പ്രവാചകൻ. ജെറമ്യയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. ജെറമ്യ നമുക്കറിയാം പവർഫുൾ പ്രോഫറ്റാണ്. ഇടിച്ചു നിരത്താൻ, തകർത്ത് തരിപ്പണമാക്കാൻ, പടുത്തുയർത്താൻ ദൈവം നിയോഗിച്ച പ്രവാചകനാണ് ജെറമ്യ. അപ്പോൾ ഈ ജെറമ്യയുടെ വിളിയിൽ 1-ാം അധ്യായം 6-ാം വാക്യം, ജെറമ്യ ഇതേ പരിഭ്രമത്തിലൂടെ, ഭയത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ജെറമ്യ 1:6 നമ്മൾ വായിക്കുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല.
ഞാൻ വളരെ ചെറുതാ കർത്താവ്, ഇത്ര വലിയ നിയോഗമൊന്നും എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റില്ല. ജെറമ്യായുടെ പരിഭ്രമം. അതിനുശേഷം ജെറമ്യ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വരം കാഹളം പോലെ മുഴക്കിയവനാണ് ജെറമ്യ. ഇനി വീണ്ടും നമ്മൾ വരുന്നത് ഗിദെയോനെ കുറിച്ച് അറിയാമോ? ന്യായാധിപന്മാർ. ഇസ്രായേൽ സമൂഹം കാനാൻ ദേശത്ത് വന്ന് നിലയുറപ്പിച്ച ശേഷം അവരെ നയിച്ചവരുടെ പേരാണ് ജഡ്ജസ്, ന്യായാധിപന്മാർ. അതിലൊരു ന്യായാധിപനാണ് ഗിദെയോൻ. ഗിദെയോനെ ദൈവം ദൗത്യമേൽപ്പിക്കുമ്പോൾ ഗിദെയോൻ പറയുന്നൊരു കാര്യമുണ്ട്. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യം എടുത്തെ. ന്യായാധിപന്മാർ 6:15. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ഗിദെയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ. നമ്മുടെയൊക്കെ നിലവിളി പോലെയുണ്ട്. ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളും ഇങ്ങനെ അയ്യോ എൻ്റെ കർത്താവേ എന്ന് വിളിച്ചു പോകുന്നതൊക്കെ തന്നെയാണ് വചനത്തിലും കിടക്കുന്നത്. ഗിദെയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും? ഇത്ര വലിയ പണി ചെയ്യാൻ എന്നെ കൊണ്ടാവതില്ല കർത്താവേ. ഇസ്രായേൽ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്, എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസാരനാണ് ഞാൻ. ഗിദെയോൻ പറയുന്നത് കുറേ കൂടെ ആത്മനൊമ്പരമാണ്. ഒരു പക്ഷേ ഗിദെയോൻ്റെ കോംപ്ലക്സ് പോലുമാണത്. അതൊക്കെ എക്സ്പ്രസ് ചെയ്യുകയാണ്. നമ്മളിലൊക്കെ ഉണ്ട് ഇത്തരം ഒത്തിരി കോംപ്ലക്സ്, ഒത്തിരി ഇൻഹിബിഷൻസ്. കാരണം നോക്കിക്കേ, പറച്ചിൽ നോക്കിക്കേ, മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്. നമ്മളിലോ പറയത്തില്ലേ, നമ്മുടെ കുടുംബമൊന്നും അത്രയൊന്നുമില്ല, എൻ്റെ അപ്പനും അമ്മയൊക്കെ നിസാരക്കാരായിരുന്നു, സാധാരണക്കാരായിരുന്നു, അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇത്രയൊന്നും പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. ഏറ്റവും ദുർബലനാണ്. എന്നിട്ട് പറയണം, അതിൽ തന്നെ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസാരനാണ് ഞാൻ. ചിലപ്പോൾ നമ്മളിങ്ങനെ ചെറുപ്പം തൊട്ടേ ഇത് കേട്ട് വളർന്ന കുഞ്ഞുങ്ങളുണ്ടേ. 3-4 പിള്ളേരുള്ള വീട്ടിൽ ഏറ്റവും പൊട്ടനാണ്, കഴിവില്ലാത്തവനാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചർമാർ പറഞ്ഞു, ഒരു കഴിവില്ലല്ലോടാ, എന്തെങ്കിലും കഴിവ് വേണ്ടടാ മനുഷ്യന് എന്ന് പറഞ്ഞ് ഒക്കെ ഒതുക്കി പൂട്ടി മാറ്റി വെച്ചിരുന്നവരാണ് നമ്മൾ. ആരറിഞ്ഞു കർത്താവ് ഉയർത്താൻ തീരുമാനിച്ചാൽ ഈ പരിമിതിയിൽ നിന്ന്, ഈ ഭയത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് കർത്താവ് ഉയർത്താതിരിക്കുമോ? കർത്താവ് ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ, ദൈവം നിനക്കൊരു നിയോഗം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചുറ്റുമുള്ളവർ ഇത്രയും കാലം പറഞ്ഞതൊക്കെ പോകാൻ പറയണം. ഉയർത്താൻ തീരുമാനിക്കുന്നത് കർത്താവാണ്, തടയാൻ ലോകത്തിന് കഴിയില്ല. നിന്നെ ഉയർത്താൻ തീരുമാനിക്കുന്നത് കർത്താവാണെങ്കിൽ തടയാൻ ലോകത്തിനോ മനുഷ്യർക്കോ കഴിയില്ലെന്ന് ഉറപ്പിച്ചോണം. അതുകൊണ്ട് ഇനി ഭയം വേണ്ടെന്ന് കർത്താവിനോട് യെസ് പറയാൻ. അപ്പോൾ നമ്മൾ ധ്യാനിച്ചു വന്നത് ഈ ദൈവവിളിയോട് ഉത്തരം പറയാൻ റിലക്റ്റൻ്റ് ആയിട്ടുള്ള, മടിച്ചു നിന്ന, പരിഭ്രമിച്ചു നിന്നവരുടെ നീണ്ട നിരയിൽ വരികയാണ്. ആര്? മറിയവും ചേരുകയാണ്. പക്ഷെ അവരുടെ പ്രത്യേകത, ദോ ദേ വെർ റിലക്റ്റൻ്റ്, ദേ വെർ ഫെയ്ത്ത്ഫുൾ സെർവൻസ് ഓഫ് ഗോഡ്. അവർ ഒന്ന് പരിഭ്രമിച്ചു, മടിച്ചു നിന്നെങ്കിലും അവർ കർത്താവിൻ്റെ വിശ്വസ്തദാസരായിരുന്നു. ആ ഗണത്തിലാണ് മറിയം വരുന്നത്. അവൾ കർത്താവിൻ്റെ വിശ്വസ്തദാസിയായി നിൽക്കുകയാണ്. ഇനി ഈ ദൈവവിളിയുടെ ഒരു രഹസ്യം പറയട്ടെ. ദ മിസ്റ്ററി ഓഫ് ഡിവൈൻ കോളിംഗ്. ദൈവവിളിയുടെ രഹസ്യം എന്നാന്ന് വെച്ചാൽ, ഗോഡ് നെവർ ഫോഴ്സസ്. ദൈവം ആരെയും നിർബന്ധിക്കുകയല്ല കേട്ടോ. ഒരാളെയും പിടിച്ചു വലിച്ച് ഈ പണിക്ക് കൊണ്ടുവരികയല്ല. കാരണം വെച്ചാൽ ദൈവം നിൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നുണ്ടെന്നേ. നിനക്ക് നോയാണെങ്കിൽ കർത്താവോടെ വെയിറ്റ് ചെയ്യും. നിൻ്റെ പടിവാതിൽക്കൽ, നിൻ്റെ ഹൃദയ കവാടത്തിങ്കൽ കർത്താവ് ഇങ്ങനെ വന്ന് നിൽക്കും. നിൻ്റെ ഒരു യെസ്സിന് വേണ്ടി കാത്തു നിൽക്കും. ഹി വോണ്ട് കമ്പൽ യു. ദൈവം നിൻ്റെ സ്വാതന്ത്ര്യത്തെ, ഇവിടെ മാതാവിൻ്റെ സ്വാതന്ത്ര്യം പ്രധാനപ്പെട്ടതാണ്. മേരീസ് ഫ്രീഡം ഈസ് എസെൻഷ്യൽ, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സെയിൻറ്റ് ബെർണാഡ് ക്ലെയർവോക്സ് അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായൊരു പ്രസംഗമുണ്ട്, ഒരു ഹോമിലി. ആ ഹോമിലിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആശയം ഞാനും പണ്ട് എപ്പോഴും ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കേൾക്കാത്തവരൊന്നുകൂടെ കേട്ടോ, കേൾക്കാത്തവർ കേട്ടവരൊന്നുകൂടെ കേട്ടോ. അതിങ്ങനെയാണ് പറഞ്ഞ കാര്യം. ഈ മംഗളവാർത്ത അറിയിച്ചില്ലേ ഗബ്രിയേൽ മാലാഖ വന്നിട്ട്? സ്വർഗത്തിൻ്റെ പദ്ധതി മറിയത്തെ അറിയിച്ചില്ലേ? അപ്പോൾ ഈ ഒരു സംഘർഷത്തിൻ്റെ നേരെയില്ല, ഒരു ഇടവേളയില്ലേ? ഈ ഇടവേളയിൽ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സ്തബ്ധരായി നോക്കി നിന്നെന്ന്. സൃഷ്ടജാലങ്ങൾ മുഴുവൻ ഇങ്ങനെ ഫ്രീസ്ഡ് ആയിട്ട് മറിയത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ആഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. സൃഷ്ടപ്രപഞ്ചം മാത്രമല്ല, ആദം മുതൽ ഇന്നോളമുള്ള ജനിച്ച് ജീവിച്ചു മരിച്ചു പോയ സകല മനുഷ്യരും മറിയത്തിലേക്ക് നോക്കി നിൽക്കുക. കാരണം മറിയത്തിൻ്റെ ഒരു യെസ് ചരിത്രത്തെ തിരുത്തി കുറിക്കാൻ പോവാണ്. മറിയം പറയാൻ പോകുന്ന ഒരു യെസ്, മറിയത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ എല്ലാവരും ബഹുമാനിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഔട്ട്കം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് പ്രപഞ്ചവും മനുഷ്യകുലം മുഴുവനും ഇങ്ങനെ നോക്കി നിന്ന നേരമാണ് ഈ സംഘർഷത്തിൻ്റെ ഇടദിവസം, ഈ സംഘർഷത്തിൻ്റെ ഇടനേരം. വെയിറ്റിംഗ് ഫോർ മേരീസ് ആൻസർ. എല്ലാവരും കാത്തിരിക്കുന്നു മറിയത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടി. ഇനി ഈ ഒരു ഘട്ടത്തിലുണ്ടല്ലോ, ഇത്തരം ഒരു ഘട്ടത്തിൽ ഈ സ്വർഗം ഇടപെടുന്നു, നമ്മുടെ ഉത്തരം എത്തിയിട്ടില്ല. ഇതിനിടയ്ക്കുള്ള ഈ ഘട്ടത്തിൽ
പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം നമ്മളിൽ നടക്കും. പരിശുദ്ധാത്മാവിൻ്റെ, അതാണ് ഗബ്രിയേൽ മാലാഖ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും, നിന്നെ പൊതിഞ്ഞു പിടിക്കും, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പൊരുന്നയിരിക്കും, പരിശുദ്ധാത്മാവ് നിന്നെ ഇങ്ങനെ റാപ്പിയും പൊതിഞ്ഞു പിടിക്കും. ത്രിത്വം നമ്മൾ അനുഭവിക്കുന്ന നേരമാണത്. അതായത് ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് പിതാവായ ദൈവം. പിതാവാണ് അയക്കുന്നത്, പിതാവാണ് നിയോഗം അയക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ പൊതിയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ പൊതിഞ്ഞു കഴിയുമ്പോൾ പുത്രൻ, വചനമാണ് നമ്മളിൽ മാംസരൂപം എടുക്കുന്നത്. ത്രിത്വം പ്രവർത്തിക്കുന്ന നേരമാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ മേൽ വന്ന് ആവസിക്കുമെന്ന് പറയുന്ന വാക്കില്ലേ, ഇതേ വാക്ക് പഴയ നിയമത്തിൽ കാണുന്നത് എവിടെയാണെന്നറിയാമോ? വാഗ്ദാന പേടകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം വന്ന് നിന്നു. അതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മറിയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു വസിക്കുന്നു. അവിടെ വാഗ്ദാന പേടകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഗ്ലോറി, ഷക്കീന, ഗോഡ്സ് ഗ്ലോറി, ദൈവമഹത്വം വന്നു നിന്നു. അതുപോലെ മറിയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങുന്നു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അത് പുറപ്പാടിൻ്റെ വാഗ്ദാന പേടകം, പഴയ നിയമത്തിൻ്റെ വാഗ്ദാന പേടകം. ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ പുതിയ നിയമത്തിൻ്റെ വാഗ്ദാന പേടകം ആരാണ്? മറിയം. ദൈവത്തിൻ്റെ മഹത്വം എവിടെ വന്ന് നിൽക്കുന്നോ അതിൻ്റെ കീഴെയുള്ളത് വാഗ്ദാന പേടകം. അപ്പോൾ നമുക്കൊരു വിളിയാണ്, വാഗ്ദാന പേടകമാകണം, സഞ്ചരിക്കുന്ന സക്രാരിയാകണം ഓരോ ക്രിസ്ത്യാനിയും എന്ന ഓർമ്മപ്പെടുത്തലാണ്. മേരി ബിക്കംസ് ദ ഡ്വെല്ലിംഗ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാസസ്ഥലമായി മറിയം മാറുന്നു. ദൈവത്തിൻ്റെ വാസസ്ഥലമായി മറിയം മാറുന്നു. അത് തന്നെയാണ് നമ്മുടെയും നിയോഗം. നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാൻ നിങ്ങളിൽ വസിക്കും. ദൈവത്തിൻ്റെ വാസസ്ഥലമാകണം ക്രിസ്ത്യാനി. പൗലോസ്ലിഹ ഇതിനെക്കുറിച്ച് പറയുന്നത്, പൗളൈൻ ടീച്ചിങ്ങിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യം റോമ 8:14 എടുത്തേ. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഇവിടെ ദൈവാത്മാവ് മറിയത്തെ പൊതിയുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുടെ ഗണത്തിലെ പെർഫെക്റ്റ് ഉദാഹരണമാണ് മറിയമാണ് നമ്മുടെ മുമ്പേയുള്ള നമ്മുടെ മോഡൽ. ദൈവാത്മാവിനാൽ ഹോളി സ്പിരിറ്റ് ഡ്രിവൺ പീപ്പിൾ, അതാണ് നമ്മൾ. അതിൻ്റെ മുമ്പിൽ നടക്കുന്നവളാണ് മറിയം. സഭാപിതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, ജോൺ ക്രിസോസ്റ്റോം പിതാവ് പറയുന്നു, God did not become man without the consent of the virgin. കന്യകയുടെ സമ്മതം കൂടാതെ അല്ല ദൈവം മനുഷ്യനായത്. എന്ന് വെച്ചാൽ നമ്മുടെ സമ്മതത്തിന് വിലയുണ്ടെന്ന്. ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. ക്ലാസിക്കലായിട്ട് പറയുന്നൊരു സെൻറ്റൻസ് ഇല്ലേ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. കേട്ടു നോക്കിക്കേ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കഴിവുകേടാന്നല്ല, മറിച്ച് ദൈവം നിന്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു. നിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നീ യെസ് പറയുന്നിടത്താണ് ദൈവം ഇടപെടാൻ തുടങ്ങുന്നത്. നിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നീ പറയുന്ന നോ ആണെങ്കിൽ God will just wait there. അത്രമേൽ നിന്റെ ഫ്രീഡത്തെ കർത്താവ് മാനിക്കുന്നുണ്ട്. അപ്പം കന്യകയുടെ സമ്മതത്തിലാണ് രക്ഷ നടപ്പിലായത് എന്ന്. അടുത്തത് ഗ്രിഗറി ഓഫ് നൈസ പറയുന്നത്, മേരീസ് ഒബീഡിയൻസ് റിസ്റ്റോർസ് ഹ്യൂമൻ ഫ്രീഡം ലോസ്റ്റ് ബൈ ആദം. ആദത്തിൽ മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന എപ്പോഴാണ്? നന്മയും തിന്മയും മുമ്പിലിരിക്കുന്നു, അത് കൃത്യമായി മനസ്സിലായി നന്മയെ ഓപ്റ്റ് ചെയ്യുന്നിടത്താണ് സ്വാതന്ത്ര്യം അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സ്വാതന്ത്ര്യം കൊണ്ട് മെച്ചമില്ല. പക്ഷെ ആദത്തിൻ്റെ പാപത്താൽ എന്തു പറ്റി? നന്മയും തിന്മയും മുമ്പിലുള്ളപ്പോഴും മനുഷ്യന് സ്വാഭാവിക ചായ്വ് കൂടുതൽ എങ്ങോട്ടായിപ്പോയി? തിന്മയിലേക്കായിപ്പോയി. അതിനെ വീണ്ടും തിരിച്ചു പിടിച്ചു തന്നത് മറിയത്തിൻ്റെ അനുസരണമാണ്. മറിയം സ്വാതന്ത്ര്യം ശരിയായി ഉപയോഗിച്ചപ്പോൾ, സമയമെടുത്ത് ആലോചിച്ച് പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ അവൾ ശരിയായി ഉപയോഗിച്ചപ്പോൾ ആദം വഴി നഷ്ടപ്പെട്ടു പോയ മനുഷ്യ സ്വാതന്ത്ര്യത്തെ മറിയം നമുക്കായി വീണ്ടെടുത്ത് തരികയായിരുന്നു. എഫ്രൈം പിതാവ് പറയുന്നു, മേരി ദ സൈലന്റ് ഹാർപ്പ് ഓൺ വിച്ച് ദ സ്പിരിറ്റ് പ്ലേഡ്. പരിശുദ്ധാത്മാവ് വായിച്ച കിന്നരമാണ് മറിയം. എഫ്രൈം പിതാവ് എഴുതി വെക്കുന്ന കവിതയാണ്. പരിശുദ്ധാത്മാവ് പ്ലേ ചെയ്ത കിന്നരമാണ്, വീണയാണ് മറിയം. എന്തൊരു ചിന്തയാണ്! നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നൊരു കാര്യമാണ്.
പരിശുദ്ധാത്മാവ് വായിക്കുന്ന കിന്നരമാക്കി എന്നെ മാറ്റണേ. പരിശുദ്ധാത്മാവ് വായിക്കുന്ന കിന്നരമാക്കി എന്നെ വായിക്കണേ. അപ്പോൾ നോട്ട്സ് ഒന്നും ഞാനല്ല തീരുമാനിക്കുന്നത്, ദിശ തീരുമാനിക്കുന്ന ഞാനല്ല. പരിശുദ്ധാത്മാവ് വായിക്കുന്ന കിന്നരമാക്കി എന്നെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ ഈ ആചരിച്ചു കൊണ്ടിരിക്കുന്ന നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ എന്താണ് ഈ മംഗളവാർത്തയുടെ ഫിയാത്തിൻ്റെ ഈ അധിക ചിന്തകൾ എങ്ങനെയാണ് നോമ്പിനോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് ദ സെയിം ക്വസ്റ്റ്യൻ മേരി ഫേസ്ഡ്. മറിയം നേരിട്ട അതേ ചോദ്യം ഇന്ന് നമുക്ക് നേരെയും ഉയരുന്നുണ്ടെന്ന് വെച്ചാൽ, വാട്ട് ഡസ് ഗോഡ് ആസ്ക് ഫ്രം മീ? എന്നിൽ നിന്ന് കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? അതാണ് നോമ്പ്. കർത്താവിൻ്റെ പീഡാസഹനം ഓർത്ത് സെന്റിമെന്റ്സ് അടിച്ച് സിമ്പതി കാണിച്ചിരിക്കാനുള്ള സമയമല്ല. ഓരോ നോമ്പിലും നമ്മൾ ചിന്തിക്കേണ്ടത്, പരിചിന്തനം ചെയ്യേണ്ടത്, കർത്താവ് എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? സിമ്പിൾ ഉത്തരം കൺവേർഷൻ, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. അതല്ലേ സുവിശേഷം മുഴുവൻ മുഴങ്ങുന്നത്, മാനസാന്തരം. പക്ഷേ ഈ മാനസാന്തരത്തിനകത്ത് എന്തുണ്ട്? ഭയമുണ്ട്. എളുപ്പമല്ല. നമ്മളായിരുന്നൊരു ഇടത്തെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരിക, പാപ ഇടങ്ങളെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഭയമുണ്ട്. നമ്മുടെ കംഫർട്ടിനെ ബ്രേക്ക് ചെയ്യണം. ഭയമുണ്ട്. ആ ഭയം കഴിഞ്ഞിട്ട് ഇത് ഈ 3 വാക്ക് ഓർത്ത് വെച്ചേക്കണേ. അതായത് ദൈവം ഏൽപ്പിക്കുന്ന നിയോഗത്തോട് ഉത്തരം പറയാൻ നമ്മൾ നടത്തേണ്ട ഒരു യാത്രയുടെ ഘട്ടങ്ങൾ. ആദ്യം ഭയം, സ്വാഭാവികമാണ്, എളുപ്പമല്ല, ഭയമുണ്ട്. സെക്കൻഡ് വൺ സറണ്ടർ. ഭയമുണ്ട്, പേടിയാണ്. എന്നെക്കൊണ്ട് ഇത് പറ്റുമോ? വിശുദ്ധ ജീവിതം നയിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ? അച്ഛനാകാൻ എന്നെക്കൊണ്ട് പറ്റുമോ? കന്യാസ്ത്രീയാകാൻ എന്നെക്കൊണ്ട് പറ്റുമോ? കല്യാണം കഴിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ? ഭയമുണ്ട്. ആ ഭയത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഭയം കാരണം പേടിച്ച് പാത്തിരിക്കരുത്. ഭയത്തെ ഓവർകം ചെയ്തിട്ട് സറണ്ടർ ചെയ്യണം. ഞാൻ കീഴടങ്ങി, എൻ്റെ കർത്താവേ, ഞാൻ കീഴടങ്ങി. എനിക്ക് ഒരു വർത്തമാനം പറയാനില്ല, കീഴടങ്ങി. ഐ സറണ്ടർ. മൂന്നാമത്തെ ഘട്ടത്തിൽ ഐ ട്രസ്റ്റ്. ഐ ഫിയർ, ഐ സറണ്ടർ, ഐ ട്രസ്റ്റ്. കീ വേർഡ്സാണ്. നമ്മൾ കടന്നു പോകേണ്ട ഒരവസ്ഥയാണ്. ഇപ്പോൾ പലരും ചോദിക്കത്തില്ലേ, മാർഗമൊക്കെ എങ്ങനെയാ ഈ 37 ദിവസമൊക്കെ മുടക്കമില്ലാതെ ഈ തിരക്കിനിടയ്ക്ക് ഇത് ചെയ്തത്? നമ്മുടെ നോമ്പുകാല ധ്യാനം ഇത്രയേ ഉള്ളൂ. ഐ ഫിയർ, എനിക്ക് ഭയമുണ്ട്, എനിക്കിപ്പോഴും ഭയമുണ്ട്. എങ്ങനെ നടക്കും കർത്താവേ? അതിൻ്റെ അപ്പുറത്ത് എന്താ? ഐ സറണ്ടർ, എനിക്കറിയാൻ പറ്റില്ല, ഞാൻ കീഴടങ്ങി. അതിൻ്റെ ഒടുക്കം എന്താ? ഐ ട്രസ്റ്റ്. കർത്താവേ, ഞാൻ നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു. അങ്ങനെ സമർപ്പിക്കുന്ന മൊമെൻ്റ് തൊട്ട് പിന്നെ കർത്താവിൻ്റെ റോളാണ്, പിന്നെ കർത്താവിൻ്റെ ജോലിയാണ് നമ്മളെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത്. കാരണം നമ്മൾ വിട്ടുകൊടുത്തു നമ്മളെ തന്നെ. എനിക്ക് ഭയമുണ്ട്, ഞാൻ കീഴടങ്ങുന്നു, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കുന്നു കർത്താവെ. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്കൊരു നിയോഗം വരുമ്പോൾ, ഒരു ദൈവവിളി പടിവാതിൽക്കൽ വന്ന് നോക്ക് ചെയ്യുമ്പോൾ, മുട്ടി വിളിക്കുമ്പോൾ ചോദിക്കേണ്ടത് ക്യാൻ ഐ ഡു ഇറ്റ് എന്നല്ല, എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല ചോദ്യം. ക്യാൻ ഐ ഡു ഇറ്റ് എന്നുള്ളതല്ല ചോദ്യം. മറിച്ച് വിൽ ഐ ട്രസ്റ്റ് ഗോഡ്? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരുക്കമാണോ? ദൈവത്തിൽ ആശ്രയിച്ചാൽ പിന്നെ ദൈവം നിന്നെക്കൊണ്ടത് ചെയ്യിപ്പിച്ചോളൂ. ദൈവമില്ലാതെ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ഇതെന്നെക്കൊണ്ട് പോസിബിളാണോ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ നിന്നിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്. നിന്നെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഐ ഫിയർ, ഐ സറണ്ടർ ആൻഡ് ഐ ട്രസ്റ്റ്. ദൈവത്തിൽ ആശ്രയിക്ക്, ബാക്കി ദൈവം നടത്തും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.